ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ BS Dreams. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എൻ്റെ കയ്യിലുള്ള 3 വെറൈറ്റി സ്നേക്ക് പ്ലാന്റ്സും അതിന് കൊടുക്കേണ്ട പരിപാലനത്തെയും കുറിച്ചാണ്. അപ്പോൾ ഈ സ്നേക്ക് പ്ലാന്റ്സ് എന്ന് പറയുന്നത് നന്നായിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യുന്ന അടിപൊളി ഒരു പ്ലാന്റ് ആണ്. നമുക്ക് ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഈ ഒരു ചെടിയുടെ പ്രത്യേകതകളും ഇതിൻ്റെ നടീൽ രീതിയും പരിപാലനമൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സ്നേക്ക് പ്ലാന്റ്സ് ഒരുപാട് ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇൻഡോർ ആയിട്ട് അകത്ത് വെക്കുകയാണെങ്കിൽ പ്യുവർ ആയിട്ടുള്ള എയർ നല്ല രീതിക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഡോർ സെറ്റ് ചെയ്യുമ്പോൾ വൈറ്റ് പോട്ടിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലീഫ് കാണുമ്പോൾ തന്നെ കുറച്ച് ജെല്ലി ആയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് വരുന്നത്. അത്യാവശ്യം നല്ല കട്ടി ഉള്ള ലീഫാണ്. കുറച്ചൊരു വൈറ്റ് ഷെയ്ഡും കൂടെ വരുന്ന ഗ്രീനും വൈറ്റും കൂടെ മിക്സഡ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു വെറൈറ്റി സ്നേക്ക് പ്ലാന്റ് വരുന്നത്. ഈ ഒരു ചെടിക്ക് ഈ ഒരു ഹൈറ്റേ വരാറുള്ളൂ. അപ്പോൾ സ്നേക്ക് പ്ലാന്റ്സിന് ഒരുപാട് വെറൈറ്റീസ് ഇപ്പം നമുക്ക് പ്ലാന്റ് നഴ്സറികളിലും മറ്റൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സ്നേക്ക് പ്ലാന്റ്സ് അധികം ഹൈറ്റിൽ വരുന്ന വെറൈറ്റി അല്ല. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ റീപോർട്ടിങ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ. അപ്പോൾ അന്ന് ഈ ഒരു പോട്ടിലായിട്ട് 3 തൈകളാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരുപാട് നാളായിട്ടില്ല. അപ്പോൾ അതിനിടയിൽ തന്നെ വീണ്ടും ഒരുപാട് തൈകൾ ചുറ്റും വന്നിട്ടുണ്ട്. ഒരു ചെറിയ പ്ലാന്റ് നമ്മൾ പോട്ട് ചെയ്ത് വെച്ചതിൽ പോലും 3 തൈയോളം വന്നിട്ടുണ്ട് ചുവട്ടുന്നുണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തൈകൾ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ റീപോർട്ട് ചെയ്ത് വെക്കുന്നതനുസരിച്ചായിരിക്കും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ സ്നേക്ക് പ്ലാന്റ്സ് അത്യാവശ്യം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നാരുവേരാണ് മെയിനായിട്ട് ഇതിനകത്ത് വരുന്നത്. കുറച്ച് കട്ടിയുള്ള വേരാണ്. അതുകൊണ്ട് തന്നെ പൊതുവേ നമുക്ക് ഏത് തരത്തിലുള്ള വളങ്ങൾ വേണമെങ്കിലും നമ്മുടെ ഈ ഒരു പ്ലാന്റിന് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഞാനിത് പോട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് കൂടുതൽ ചകിരിച്ചോറ് അതുപോലെ മണൽ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈർപ്പം നിലനിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും അത് സഹായിക്കും. അപ്പോൾ ഈ ഒരു സ്നേക്ക് പ്ലാന്റ്സിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് ലീവ് വെച്ച് ഈ പ്ലാന്റ്സ് പുതിയത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഒരു വെറൈറ്റി സ്നേക്ക് പ്ലാന്റാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ലീഫിൻ്റെ ഡിസൈനും അതിൻ്റെ കണ്ടോ ഈ ഒരു ലീഫിൻ്റെ കോർണർ, അതായത് നമ്മളിതിൻ്റെ തുമ്പ് ഭാഗം കണ്ടോ നല്ല കൂർത്തിട്ടാണ് വരുന്നത്. ഡബിൾ ഷെയ്ഡാണിത്. ഇതും വൈറ്റും ഗ്രീനും കൂടെ മിക്സഡ് ആയിട്ടാണ് വരുന്നത് ലീഫിൽ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിൽ ഒരു ചുവടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പുതിയൊരു തൈ വന്നിട്ടുണ്ട് എൻ്റെ ചുവട്ടിൽ നിന്ന്. അപ്പോൾ നമുക്ക് റീപോർട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ വശങ്ങളിൽ നിന്നിട്ട് പുതിയ ലീഫുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കണ്ടോ. അപ്പോൾ നമ്മുടെ പോട്ടിൽ അത്യാവശ്യം നല്ല ബുഷിയായിട്ട് നമ്മുടെ പോട്ട് ഫുള്ള് കവർ ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ സ്നേക്ക് പ്ലാന്റ്സിൻ്റെയൊക്കെ ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റും അതിൻ്റെ നിറമൊക്കെയാണ് കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ ഔട്ട്ഡോറാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അധികം വെയിലിൻ്റെ ആവശ്യമില്ല. അതുപോലെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഡെയിലി നനയ്ക്കുന്നതിൽ വേറെ പ്രശ്നമൊന്നുമില്ല ഈ ഒരു പ്ലാന്റിന്. ഈ ഒരു പ്ലാന്റ്സിൻ്റെ ലീഫ് നമുക്ക് വാട്ടറിൽ വെച്ച് വേണമെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മണ്ണിലേക്ക് വേണമെങ്കിലും കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്നതായിരിക്കും. അതുപോലെ പുതിയ തൈകൾ നമുക്ക് എളുപ്പത്തിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും. ഈ കാണുന്ന 2 പ്ലാന്റ്സ് ഞാനിപ്പോൾ ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് കണ്ടോ. ഈ കാണുന്നതാണ് അടുത്ത ഒരു വെറൈറ്റി സ്നേക്ക് പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫുകൾ വരുന്നതെന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് ഈ ഒരു പ്ലാന്റ് തൈകൾ ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പണ്ട് മുതലേ നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കണ്ടുവന്നിരുന്ന സ്നേക്ക് പ്ലാന്റ് ആണ്. അപ്പോൾ കുറച്ച് നാളായി ഞാൻ ഇപ്പോൾ ഇത് പോട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ചുവട്ടുന്നായിട്ട് പുതിയ കണ്ടോ ഇതുപോലെയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റൂട്ടുകൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ സ്നേക്ക് പ്ലാന്റ്സിന് പൊതുവേ നമുക്ക് ഏത് തരത്തിലുള്ള വളങ്ങൾ വേണമെങ്കിലും കൊടുക്കാം. അമിതമായിട്ടുള്ള വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഡെയിലി നമ്മൾ നനച്ച് കൊടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അതുപോലെ സൺലൈറ്റ് ഒരുപാട് ഡയറക്റ്റ് ലീഫിൽ തട്ടരുത്, ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഒരു വീതിക്കാണ് നമ്മുടെ ഈ ഒരു ലീഫിന് വരുന്നത് കണ്ടോ വലിപ്പം. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിന് 3 തൈവളം ചുവട്ടിനാൽ വന്നിട്ടുണ്ട്. ഈ ഒരു തൈകൾ കുറച്ചുകൂടെ വലിപ്പത്തിലാകുമ്പോൾ നമുക്ക് വീണ്ടും റീപോർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് പുതിയ തൈകൾ ഈസി ആയിട്ട് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്നേക്ക് പ്ലാന്റിനാണെങ്കിൽ ഒരുപാട് ഓവറായിട്ട് നമ്മൾ അതായത് റെയിനി സീസൺസിലൊക്കെ നമ്മൾ പുറത്ത് വെച്ചേക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫിൽ ഓവറായിട്ട് വെള്ളം വന്നിട്ട് ഇത് ചുവട് ഭാഗത്തുള്ള ലീഫുകൾ അഴുകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഇതിന് നമ്മൾ ഓവറായിട്ട് വാട്ടറിങ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് സ്നേക്ക് പ്ലാന്റ്സിൻ്റെ ലീഫ് വെച്ച് എങ്ങനെ പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നീളത്തിലൊരു ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ വി ഷേപ്പിലാണ് നമ്മളിതിൻ്റെ കോർണർ തുമ്പ് ഭാഗം കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു ലീഫിൻ്റെ ഒരു 3-4 പീസാക്കി മുറിച്ചെടുക്കണം. അപ്പോൾ ലീഫ് ഇതുപോലെ തുമ്പ് ഭാഗം ഇതുപോലെ ഒന്ന് കൂർപ്പിച്ച് നമ്മൾ 3 പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ നട്ടെടുക്കാൻ നോക്കാം.
അപ്പോൾ വാട്ടറിലാണ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വാട്ടറിലൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ചെടുത്താൽ മതി. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ എല്ലാ സമയത്തും വാട്ടർ പ്രൊപ്പഗേഷൻ ഈസി ആയിട്ട് വരില്ല. കാരണം ചില സമയത്തിൻ്റെ ഭാഗം അഴുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മണ്ണിൽ തന്നെ നട്ടെടുക്കാം. അപ്പോൾ അത് നടാൻ വേണ്ടി ഞാൻ മണ്ണും മണലൂടെ പോട്ടി മിക്സായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു കവറിൽ നമ്മളത് നിറച്ച് കൊടുത്ത് അപ്പോൾ നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ സ്നേക്ക് പ്ലാന്റ്സ് ആയിട്ട് ഇവിടെ നട്ടു കൊടുക്കാം. അതുപോലെ ചെറുതായിട്ടൊരു ഹോളിട്ടിട്ട് ജസ്റ്റ് വെച്ചൊന്ന് മണ്ണിട്ട് കൊടുത്താൽ മതിയാവും. അധികം നമ്മൾ പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം വെള്ളം ഒഴിക്കുമ്പോൾ ഇതൊന്ന് ടൈറ്റ് ആയിക്കോളും. ടൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടേ ഉള്ളൂ ഞാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ 3 സ്നേക്ക് പ്ലാന്റ്സും നമ്മൾ നട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. ഇനി ഇതുപോലെ നമുക്ക് ലൈറ്റായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. ഒട്ടും വെയില്ലാത്തൊരു ഭാഗത്തേക്ക് നമുക്കിത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ലീഫ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് വേര് പിടിച്ച് കിട്ടുകയും തൈകൾ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ കാണുന്ന പോലെ ലീഫ് വെച്ചും അതുപോലെ തന്നെ ചുവട് ഭാഗത്ത് വരുന്ന തൈകൾ ഇളക്കി വെച്ചിട്ട് വേണം നമുക്ക് സ്നേക്ക് പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അധികം പരിപാലനങ്ങളൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് നമ്മുടെ സ്നേക്ക് പ്ലാന്റ്സിനെ കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.